അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉടൻ പരിഗണിക്കും. രാഹുലിന് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്ന വിവരം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. തെളിവുകൾ കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ രാഹുൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ അത് നശിപ്പിക്കാനുള്ള സാഹചര്യവും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടും. വിഷ്ണു VS വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. വിഷ്ണു, ഇന്നിപ്പോൾ വളരെ നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ച്. ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. പ്രോസിക്യൂഷൻ അത് നൽകരുത് എന്നുള്ളൊരു വാദത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് കരുതുന്നു. എപ്പോഴായിരിക്കും കോടതിയുടെ പരിഗണനയ്ക്ക് വരിക? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ മൂന്നാം ബലാത്സംഗ കേസിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് 11 മണിയോടെയാണ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവസാനിച്ച സാഹചര്യത്തിലാണ് കോടതി ജാമ്യാപേക്ഷ വിശദമായ വാദം കേൾക്കുന്നത്. കസ്റ്റഡി കാലാവധി തീർന്നതിന് ഇന്നലെ പത്തനംതിട്ട സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിരുന്നു. വീണ്ടും കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തിരുന്നു. നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് രാഹുൽ ഉള്ളത്. അന്വേഷണവുമായി രാഹുൽ പൂർണ്ണമായി സഹകരിക്കുന്നില്ലെന്നും തന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ എന്നിവയുടെ പാസ്വേഡ് കൈമാറാൻ തയ്യാറാകുന്നില്ലെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കുന്നതിനും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത തടയുന്നതിനും ജാമ്യം നൽകുന്നതിന് നിലപാടിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. മൂന്നാം ബലാത്സംഗ കേസിൽ തെളിവെടുപ്പ് ഇതിനോടകം പൂർത്തിയായിട്ടുണ്ടെന്നും പോലീസ് കസ്റ്റഡി നീട്ടിച്ചോദിക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു കാനഡ യുവതിയുടെ പരാതിയിന്മേലുണ്ടായ ഈ കേസിൽ ഇന്നാണ് രാഹുലിന്റെ കേസ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വീണ്ടും പരിഗണിച്ചത്.